ഗോതമ്പ് മാത്രമല്ല കേട്ടോ, വേറെയും ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാനത് പേര് പറഞ്ഞിട്ട് ഇനി എൻ്റെ ചാനൽ അടിച്ചു പോകുന്നൊന്നും അറിയില്ലല്ലോ, അവന് ഞാൻ അറിയില്ല. നമ്മൾ ഉത്തരാഖണ്ഡിലെ ഗോതമ്പിൻ്റെ വിളവെടുപ്പ് കാണാനാണ് വന്നത്. ഈ ഒരു ടൈമിലാണ് ഗോതമ്പ് ഇവിടെ വിളവെടുക്കുക. നമ്മൾ കടക് പാടം വന്നില്ലായിരുന്നു, സെയിം പാടത്ത് തന്നെ ഇപ്പം ഗോതമ്പ് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഒരു ഈവനിങ് ടൈമിലായിരുന്നു പോയത്, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മളെ നാട്ടിൽ നിന്ന് നെല്ലൊക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇവരിങ്ങനെ കൊണ്ടുപോകുന്നത്. പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് പേര് ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് ഈ ഗോതമ്പൊക്കെ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്, ഇങ്ങനെ കെട്ടുകെട്ടായി വെച്ചത്. ഗോതമ്പ് നമ്മൾ നെല്ലൊക്കെ ഇതാക്കുന്ന പോലെ ഗോതമ്പ് ഇവിടുന്ന് എടുത്തതാണ്. എന്നിട്ട് ഇതിനുള്ളിൽ ഉള്ളതാണ് ഗോതമ്പ്. ഇത് മെഷീനിൽ ഇട്ടിട്ട് വേർതിരിച്ചെടുക്കുക ചെയ്യും. ये जो लेके जाके जो इसको जो अलग करते हैं ना, वो कहाँ से करते हैं? गेहूं അവർ കട്ട് ചെയ്തെടുത്ത ഈ ഗോതമ്പെല്ലാം ഇങ്ങനെ ദൂരെ ഒരു മില്ലുണ്ട്, അവിടെ വെച്ചിട്ട് മെഷീനിൽ വെച്ചിട്ടാണ് ഇത് വേർതിരിച്ച് ഗോതമ്പാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു അവർ. ഇവിടുത്തെ ഈ പാടം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ, നോക്കത്താ ദൂരത്തോളം ഉണ്ട്. ഇതാണ് അവർ ഇത് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം. നമ്മൾ അരിവാളില്ല, സെയിം സാധനം തന്നെയാണ്, പിന്നെ കുറച്ച് വേറെ രീതിയിലാണ്. നമ്മൾ മരത്തിൻ്റെയാണ് തോന്നുന്നു വെക്കുക, ഇപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര ഷാർപ്പ് എഡ്ജായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് പറിച്ചെടുക്കുന്നത്. എന്തായാലും അടിപൊളിയാണ് കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗോതമ്പ് വിളവെടുക്കുന്നത് കാണാൻ. ഈവനിങ് സമയത്തൊക്കെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പാടത്തിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയൊരു ഫീലാണ്. നല്ല ഇളം വെയിലൊക്കെ കൊണ്ട് പാടത്ത് ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ലൊരു സുഖമാണ്. ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകും. ഇങ്ങനെ കൊയ്തെടുത്ത ഗോതമ്പൊക്കെ അവർ മെഷീനിലിട്ട് വേർതിരിച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ടിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. അവർക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണെന്നാണ് പറഞ്ഞത്. പിന്നെ അവർക്ക് കേരളം അറിയാമെന്നോ, അവർ കേരളത്തിൽ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്നുമാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് കേരളക്കാരെ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചൊക്കെ നിന്നു. പിന്നെ നമുക്ക് അവർ മെഷീനൊക്കെ വർക്ക് ചെയ്യണ സ്ഥലം കാണിച്ചു തന്നു. പിന്നെ അവിടെ ഭയങ്കര പൊടി കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അത്ര അടുത്തേക്ക് പോയില്ല. എനിക്ക് കുറച്ച് അലർജി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദൂരെ നിന്നാണ് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ കൃഷിയുടെ വിളവെടുപ്പാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവർ വരുന്ന വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് ചെയ്ത് നോക്കിട്ടോ, പക്ഷെ എനിക്ക് അത്ര റെഡി ആയിട്ട് വന്നില്ല. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കി പഠിച്ചെടുത്തിട്ടോ. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കൈ കൊള്ളുന്ന ഒരു ഐറ്റാണിത്. ഇത് മുഴുവൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഗോതമ്പാണ് കേട്ടോ. അതായത് ഞാൻ വിളവെടുത്തിട്ടുള്ള, വിളവ് പറഞ്ഞ വിദഗ്ധരൊക്കെ ആരുമാണ്, പക്ഷേ ഞാനാണ് ഇതെടുത്തത്. പക്ഷെ ഇതിൻ്റെ ഇല്ലേ ഈ ഒരു സംഭവം കണ്ണിൽ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ വരുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും ഇത്രയും വിളവെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കടുകല്ലായിരുന്നു, ഇപ്പോൾ ഇവിടെ ഗോതമ്പിൻ്റെ വിളവെടുപ്പാണ് നടന്നത്. അതേപോലെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം മഴയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു നല്ല ഗ്രീനായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടെ ഉറാദാലൊക്കെ ഇല്ലേ, നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ ഇടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ പിറകിൽ ഇവരിങ്ങനെ കൊണ്ടുവന്നില്ലേ ഈ പാത്രം, ഇത് ഇവിടേക്ക് കുടിക്കുന്ന വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പുറത്തൊരു പൈപ്പുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവരും ഇതുപോലുള്ള കലത്തിലാക്കിയിട്ട് വെള്ളമൊക്കെ കൊണ്ടുവരിക. കൃഷി ചെയ്യാൻ വേറെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് കുടിക്കുന്ന വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ മാങ്ങയൊക്കെ പഴുത്ത് വീഴാനൊക്കെ തുടങ്ങി, പക്ഷെ ഇവിടെ ഉണ്ണിമാങ്ങ ആയിട്ടേ ഉള്ളൂ. ചെറിയ ചെറിയ മാങ്ങ ആയിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇവിടുത്തെ സീസൺ ആവുക ഇനി ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പഴുത്ത മാങ്ങ ഇവിടെ നിന്ന് കിട്ടുക. ഞാൻ അതിൽ നിന്നൊരു ഉണ്ണിമാങ്ങ പൊട്ടിച്ച് കഴിച്ചു നോക്കി കേട്ടോ. ഗോതമ്പ് മാത്രമല്ല കേട്ടോ, വേറെയും ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാനത് പേര് പറഞ്ഞിട്ട് ഇനി എൻ്റെ ചാനൽ അടിച്ചു പോകുന്നൊന്നും അറിയില്ലല്ലോ, അവന് ഞാൻ അറിയില്ല. പക്ഷെ ഇവിടെ ഇല്ലീഗൽ അല്ല, എന്തായാലും ലീഗലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇല്ലീഗൽ അല്ല. ഇത് താനേ മുളച്ച് വരുന്ന കേട്ടോ, ആരും നട്ടതൊന്നുമല്ല, താനേ ഇങ്ങനെ മുളച്ച് വരുന്നു. ഇങ്ങനെ കൊയ്തെടുത്തിട്ടുള്ളതെല്ലാം ഒരു ഭാഗത്തൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് കൊയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ കൊയ്തെടുത്ത സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഈവനിങ് സമയത്ത് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ വയലിലൂടെ നടക്കുമ്പോൾ തന്നെ നല്ല രസമാണ്.
ഉണ്ട് ആ ഗ്രാമത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ബാങ്കിൽ. ആ ഗ്രാമത്തിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പം കുറച്ച് ലൈറ്റൊക്കെ പോയി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും ടൈമായിട്ടും ഇവിടെ വെളിച്ചമുണ്ട് എന്നുള്ളതാണ് കാര്യം. ഈ വയലിൻ്റെ അപ്പുറത്തായിട്ട് ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്നും ആൾക്കാർ ഇവിടേക്ക് പണിക്ക് വരാറുണ്ട് കേട്ടോ. പിന്നെ ദൂര സ്ഥലത്തു നിന്നും ആൾക്കാർ വരാറുണ്ട്. അവരത് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇത് കാണാനായിട്ട്. ഈ ഒരു സമയമാകുമ്പം ഇവർക്ക് കുറച്ചുകൂടെ വെയിലൊക്കെ കുറവായിട്ട് നല്ല സുഖമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു ടൈം ചൂസ് ചെയ്യുന്നത്. ഈ ഭാഗത്തുള്ള പാടങ്ങളൊക്കെ അവർ കൊയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് ആവാത്ത ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി അടുത്ത കൃഷി, അതായത് വേനൽക്കാല വിഭവങ്ങളൊക്കെ ആയിട്ട് വിതയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൈഡിൽ ആൾക്കാർ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. 5 മണി 5:30 ആയിട്ട് ആ സമയത്താണ് ഷൂട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസം കാണുന്നത്. ഇനി അടുത്തത് എന്ത് വിളവായിരിക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-3 ടൈംസ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു സാരി ഞാനൊരു പേജിൽ നിന്ന് വാങ്ങിയതാണ്, ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന്. അതിഥി ബൈ റിങ്കു എന്നാണ് പേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് മേടിക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് വെയിൽ കുറച്ച് കുറവുള്ള ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ടൈം നോക്കിയിട്ടാണ് ഇവിടുന്ന് ഇതെല്ലാം പറിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഇപ്പം ശ്രീനഗറിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല വെയിലായി. അങ്ങനെ കുറച്ച് അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ പോയത്. ആ ഒരു സൂര്യൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടേക്ക് എത്ര ടൈം നിന്ന് കഴിഞ്ഞാലും നമുക്ക് മതി വരില്ല. അത്രയും നല്ല രസമാണ് കാണാനും ഇതെല്ലാം എൻജോയ് ചെയ്യാനും ഒക്കെ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, എനിക്ക് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ കുറച്ച് അധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് ദൂരം നടന്നിട്ട് വേണം നമുക്ക് പോകാനുള്ള വഴിയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ വന്നത് കുറച്ച് ദുർഘടമായ പാതയിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കാട് പോലുള്ള സ്ഥലത്തൂടെയൊക്കെയാണ് വന്നത്. ഇവിടെയൊക്കെ പുലിയൊക്കെ ഇറങ്ങുന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാനും വരാനുള്ള ഇൻട്രസ്റ്റ് ഞാൻ ഒരിക്കലും പോകാനും കാണിക്കാറില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഫേസിൽ കണ്ടാലേ മനസ്സിലാവും. പിന്നെ ഒന്നാമത് ഇതെല്ലാം നിങ്ങൾക്കും കൂടെ കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്, പിന്നെ എനിക്ക് എൻജോയ് ചെയ്യാന്നുള്ളതും. അങ്ങനെ നമ്മൾ ഇരുട് അധികം ആവുന്നതിന് മുമ്പേ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.